കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന കരുണാമയനായ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ അവിടുത്തെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിലൂടെ തീർത്തു തരാൻ ശക്തനാണ്. പൂർണ്ണമായി അല്പമായിട്ടല്ല, പൂർണ്ണമായി തീർത്തു തരാൻ ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് ആയുസ്സിനും ആരോഗ്യത്തിനും ബലത്തിനും സൗഖ്യത്തിനും കുടുംബജീവിതത്തിനും എല്ലാത്തിനായി നമ്മൾ സ്തോത്രം ചെയ്യണം. കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ ആരോഗ്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒന്നും അല്ല നാം ആയിരിക്കുന്നത്. പൗലോസ് പറയുന്നു, ഞാനായിരിക്കുന്നത് കൃപയാൽ എന്ന് പറയത്തക്ക രീതിയിൽ ദൈവാത്മാവിൻ്റെ വലിയ ചലനം നമ്മുടെ അകത്ത് വെളിപ്പെട്ടു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവം എന്ന് വന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം വഴി നടത്താൻ ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. അവരും അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം താൻ അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ലെങ്കിൽ ഇന്ന് പകലും അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നമുക്ക് മറയപ്പെടാം. ഞാനാകുന്നു എന്നരുളി ചെയ്തു. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനുമായവൻ, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ. യോഹന്നാൻ കരയുകയാണ്. ഈ പുസ്തകവും അതിൻ്റെ മുദ്രയും ആര് പൊട്ടിക്കും എന്നറിയാതെ താൻ കരയുക. അപ്പോഴാണ് മൂപ്പന്മാരിൽ ഒരുത്തൻ വന്ന് പറഞ്ഞത്, കരയണ്ട യോഹന്നാനെ, നിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പുസ്തകവും അതിൻ്റെ 7 മുദ്രയും പൊട്ടിക്കാൻ അറുക്കപ്പെട്ട കുഞ്ഞാട് ജയം പ്രാപിച്ചു വന്നിരിക്കുന്നു. പ്രിയരെ, കരയുന്ന സഹോദരങ്ങളെ, ഇതാര് തുറക്കും? ഇതെങ്ങനെ പൊട്ടും? ആര് ഈ കല്ലുരുട്ടി മാറ്റും എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ ചിന്തകൾക്കും ചോദ്യങ്ങൾക്കും നിങ്ങളെപ്പറ്റിയുള്ള മറ്റുള്ളവരുടെ ചർച്ചകൾക്ക് ഉത്തരമായി അറുക്കപ്പെട്ട കുഞ്ഞാട്, ഉയർക്കപ്പെട്ട കുഞ്ഞാട് ജയം പ്രാപിച്ചു നമ്മുടെ മധ്യ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് കല്ലുകളെയും കല്ലറകളെയും ഭേദിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. അവിടുത്തേക്ക് കഴിയാത്ത ഒരു കാര്യമില്ല കേട്ടോ. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അതിൻ്റെ അർത്ഥം നമുക്ക് കഴിയാത്തത്. ഇരമ്യാവ് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? നഗരം കൽദയറയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴെങ്ങനെയാണ് ആധാരം മേടിച്ച് മുദ്രയിടുന്നത്? അവിടെയാണ് ദൈവം പറഞ്ഞ, ഇരമ്യാവേ, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? ഞാൻ സകല ജഡത്തിൻ്റെയും സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സകലത്തിന്മേലും അധികാരമുള്ളവൻ, സകല രാജ്യങ്ങളുടെ മേലും ആധിപത്യമുള്ളവനാണ് ഞാൻ. നീ പോകുന്ന പാതകളറിയുന്ന, നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകളറിയുന്ന, പ്രവാസമറിയുന്ന ഒരു ദൈവം വിളിച്ചു പറയുന്നത്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധാത്മാവിന് തൻ്റെ ജനത്തോട് ചോദിക്കാനുള്ള ചോദ്യം, അവിടുത്തേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. മോശയോടും ദൈവം അതാണ് ചോദിച്ചത്. സത്യമെന്ന് മോശ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ, ഇതെങ്ങനെ നടക്കും? ഇതിന് ഒരു ഉത്തരമുണ്ടാകുമോ? അതിനെത്ര സമയമെടുക്കും? എത്ര ആടുകളെ അറക്കേണ്ടി വരും? സമുദ്രത്തിലെ മത്സ്യത്തെ മൊത്തം പിടിച്ചു കൂട്ടിയാൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദ്യം ചോദിച്ച മോശയോട് ദൈവത്തിൻ്റെ അരുളപ്പാട് ശക്തമായി വിളിച്ചു പറയുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചതുപോലെ ദൈവമഹത്വം ഇന്നു പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടുത്താൻ ദൈവത്തിന് പ്രസാദമുണ്ടെന്ന് അവിടുത്തെ വചനത്തിലൂടെ വിളിച്ചു പറയുന്നു.
എല്ലാവരും ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. 1 ദിനവൃത്താന്തം 11-ാം അധ്യായം അതിൻ്റെ 9-ാമത് വാക്യം. സൈന്യങ്ങളുടെ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. നമുക്കറിയാം, ദാവീദ് ഒതുങ്ങിപ്പോയ സന്ദർഭങ്ങൾ, ഓടിപ്പോകേണ്ടി വന്ന സമയങ്ങൾ, ഗിദ്രോൻ തോട് കടന്നപ്പോൾ നീജ പോ എന്ന് പറഞ്ഞ പൂഴിമണ്ണ ഷിമൈ ശപിച്ചുകൊണ്ട് വാരിയെറിഞ്ഞ സമയങ്ങൾ, എത്രയോ തവണ കരഞ്ഞു, മലഞ്ചരിവിലൂടെ ചെരുപ്പിടാതെ നടന്നു, ഇനിയും ഒരു തിരിച്ചുവരവില്ലെന്ന് ചിന്തിച്ചപ്പോൾ ദാവീദിനെ ദൈവം തിരിച്ച സിംഹാസനത്തിൽ കൊണ്ടുവന്നു. പ്രിയരെ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, സാധ്യതകൾ അടഞ്ഞു എന്ന് തോന്നുമ്പോൾ, ഒറ്റപ്പെട്ടു, ഇനിയൊരു ഉയർപ്പില്ല, ഇനിയൊരു തിരിച്ചുവരവില്ല, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പുറത്ത് ഇല്ല, നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ, എവിടെ അപമാനിക്കപ്പെട്ടോ, എവിടെ തലകുനിക്കപ്പെട്ടോ, എവിടെ നിന്നെ ഇറക്കി വിട്ടോ, എവിടെ ഇനി ഒരു വിടുതലില്ലെന്ന് നീ ചിന്തിച്ചോ, അതേ ഇടത്ത് നിന്നെ ഉത്തരമാക്കി മാറ്റാൻ, ആശ്ചര്യചിഹ്നമാക്കി മാറ്റാൻ, അതേ ഇടത്ത് നിന്നെ ശക്തിയോടെ നിർത്താൻ കഴിവുള്ള ദൈവമാണ്. ആ ദൈവം ദാവീദിൻ്റെ ദൈവമാണ്. ആ ദൈവം വിളിച്ചു പറ, എൻ്റെ ദൈവമാണ്. എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയും? ആ ദൈവം എൻ്റെ ദൈവമാണ്. ഇവിടെ നോക്കൂ, ഇസ്രായേൽ മക്കളെല്ലാം ഹെബ്രോനിൽ ദാവീദിൻ്റെ അടുക്കൽ ഒന്നിച്ചു കൂടിയിട്ട് പറയുക, ഞങ്ങൾ നിൻ്റെ അസ്ഥിയും മാംസവുമല്ലോ എന്ന് പറഞ്ഞ് നീ ജനത്തെ നയിക്കണമെന്നും നീ ഞങ്ങൾക്ക് നായകനായിരിക്കണമെന്നും പറഞ്ഞ് ദാവീദിനോട് ഉടമ്പടി ചെയ്യുക. ഇസ്രായേലിന് മൊത്തം ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. ശമൂവേൽ വന്നു. പിന്നെ നമുക്കറിയാം, യെബൂസ്യ ശക്തികൾ പറഞ്ഞു, ദാവീദെ നീ ഇവിടെ കടക്കത്തില്ല. അപ്പോഴാണ് ദാവീദ് സിയോൻ കോട്ട പിടിച്ചത്. നീ കടക്കത്തില്ല, നീ പ്രവേശിക്കത്തില്ലെന്ന് പറയുന്ന ഇടത്ത് ദൈവം നിനക്ക് കരുത്ത് നൽകി. പിടിക്കേണ്ടത് തിരിച്ചു പിടിക്കാൻ, മടക്കിക്കൊണ്ടുവരാൻ ദൈവം ഇന്ന് പകൽ തൻ്റെ ജനത്തെ ഉപയോഗിക്കാൻ പോകുകയാണ്. ഇനി നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരിക. ദാവീദിൻ്റെ നഗരം എന്നാണ് അതിന് പേര്, കേട്ടോ. ഇനി നിങ്ങൾ ശക്തമായി ചിന്തിക്കണം. അങ്ങനെ ദാവീദ് ആ കോട്ടയിൽ പാർത്തു. അതിന് ദൈവത്തിൻ്റെ നഗരം അല്ലെങ്കിൽ ദാവീദിൻ്റെ നഗരം എന്ന പേരായി. ആ കോട്ടയ്ക്ക് ദാവീദിൻ്റെ നഗരം എന്ന പേരിട്ടു. അവനതിൻ്റെ കേടുപാടുകളൊക്കെ തീർത്തു. കഴിഞ്ഞ നാളുകളിൽ എവിടൊക്കെ കേടുപാടുകൾ സംഭവിച്ചോ ആ കേടുപാടുകൾ തീർക്കുവാൻ, പ്രാർത്ഥനയിൽ വന്ന കേടുകൾ, ആരാധനയിൽ വന്ന കേടുകൾ, വചനധ്യാനത്തിൽ വന്ന കേടുകൾ, ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ വന്ന കേടുപാടുകൾ തീർക്കുവാൻ, അറ്റകുറ്റം തീർക്കുവാൻ തൻ്റെ ജനം തയ്യാറാകുമെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത ഒരു വിടുതൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലും തലമുറകളിലും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ഇന്നു പകൽ ചൊരിയാൻ കഴിവുള്ളവൻ നമ്മുടെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ്റെ പേര് നസന യേശു. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മുടെ വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. ദാവീദ് ഉറപ്പിക്കേണ്ടതിനെല്ലാം ഉറപ്പിച്ചു, കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് പ്രബലനായി തീർന്നു. മേൽക്കുമേൽ ഓരോ ദിവസവും ശക്തനായി തീർന്നു. ശക്തി പ്രാപിച്ചു. ശക്തി ചോർന്നവരോട്, ബലമില്ലാത്തവരോട്, ധൈര്യം നഷ്ടപ്പെട്ടവരോട്, കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് വിളിച്ചു പറയാനുള്ളത്, നിങ്ങളുടെ ശക്തിയെ പുതുക്കുന്ന, ആത്മാവിൽ നിങ്ങൾ സമ്പന്നരാകുന്ന, അഭിഷേകത്തോടെ നിൽക്കുന്ന ഒരു പ്രത്യേക തലം ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയ നാൾക്കുനാൾ പ്രബലമാകത്തക്ക രീതിയിൽ, നാൾക്കുനാൾ ശക്തരാകത്തക്ക രീതിയിൽ, നാൾക്കുനാൾ ഉല്ലസിക്കത്തക്ക രീതിയിൽ, നാൾക്കുനാൾ കർത്താവിൽ നിന്ന് പ്രാപിക്കത്തക്ക രീതിയിൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്താൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കുമെങ്കിൽ
എവിടൊക്കെ നിങ്ങൾ ഒതുക്കപ്പെട്ടോ, ആവർത്തിച്ചു പറയുന്നു, നിങ്ങളവിടെ ശക്തരായി തീരാൻ പോകും. ആർക്കും നിങ്ങളെ ജയിക്കാൻ പറ്റില്ല. ദാവീദ് ചെന്നിടത്തൊക്കെയും തിരുവെഴുത്ത് പറയുന്നു, ദൈവം അവന് ജയം നൽകിയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. ദാവീദിൻ്റെ കൂടെ സൈന്യങ്ങളുടെ ദൈവം. അതുകൊണ്ടാണ് ദാവീദ് ഒരു സങ്കീർത്തനം പറയുന്നത്, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നില്ല, എങ്കിലും സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം ഞങ്ങളുടെ ദുർഗമാണ്. ഇന്ന് പകൽ വിളിച്ചു പറ, സൈന്യങ്ങളുടെ യഹോവ നായകനായവൻ, സകലത്തെയും ജയിച്ചവൻ, ഉളവാക്കുന്നവൻ, സൗഖ്യമാക്കുന്നവൻ, സാധ്യമാക്കുന്നവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ പരാജയപ്പെട്ടിടത്തില്ല. ഞങ്ങൾ പരാജയപ്പെട്ട ഇടത്ത്, ഞങ്ങൾ തലകുനിക്കപ്പെട്ട ഇടത്ത്, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടത്ത്, പ്രത്യാശയ്ക്ക് ഭംഗം വന്ന ഇടത്ത് തന്നെ ഞങ്ങളെ ശക്തരാക്കി കരുത്തോടെ പുറത്തു കൊണ്ടുവരുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഞങ്ങൾ ദർശിക്കുന്നു. സ്തോത്രം ചെയ്താട്ടം. സർവശക്തിയുള്ള ദൈവമേ, ഉന്നതനായ ദൈവമേ, ഉയർന്നിരിക്കുന്ന ദൈവമേ, ശാശ്വതവാസിയായ ദൈവമേ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനെ, ദാവീദിന് ശക്തി നൽകിയ ദൈവം, കരുത്ത് ചോർന്നുപോയ സമയത്ത്, എല്ലാവരും തന്നെ ആക്ഷേപിച്ച സമയത്ത് ദൈവം തൻ്റെ കൂടെയിരുന്നു, തിരിച്ചു സിംഹാസനത്തിലെത്തിച്ചു. പ്രൈസ് ദ ലോർഡ്. തൻ്റെ ജനത്തിന് നായകനാക്കി ദൈവം തീർത്തു. ലോകം എതിർത്തപ്പോൾ, ലോകക്കാർ തള്ളിയപ്പോൾ ചേർത്തുകൊണ്ട ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകലിലും വെളിപ്പെടുന്നതിന് സ്തോത്രം. ഈ വചനത്തിൻ്റെ ശക്തി എല്ലാ കുടുംബങ്ങളുടെ മേലും വെളിപ്പെട്ടു വരട്ടെ. ഞങ്ങളുടെ തലമുറകൾ ശക്തരാകട്ടെ. ഞങ്ങൾ ആത്മാവിൽ ശക്തിയോടെ നിൽപ്പാൻ, ബലത്തോടെ നിൽക്കാൻ, ധൈര്യത്തോടെ നിൽപ്പാൻ ഇടയാക്കണം. ഈ വചനത്താൽ ദൈവം ഞങ്ങളെല്ലാം വിടുവിക്കും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, നിയോഗത്തോടെ, ബലത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം സർവശക്തൻ, നമ്മുടെ ദൈവം ഉന്നതൻ, നമ്മുടെ ദൈവം ഉയർന്നിരിക്കുന്നവൻ. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.